അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളതേ കുന്നംകുളത്താണ് കേട്ടോ. നമ്മളെ വൈഫ് ഹൗസിലാണ്. നമ്മളെ അളിയൻ മറ്റേ അളിയൻ നമ്മളെ ഡൽഹി അളിയൻ അതെ ഡൽഹി അളിയോടെ ഉണ്ട്. അപ്പം നമ്മൾ ഇവിടെ കടപ്പുറം ചാവക്കാട് എന്തൊക്കെയോ കാണാണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടൊന്ന് പോവാം. അപ്പോൾ നമ്മൾ ക്രിസ്മസ് ആയിട്ട് ഇവിടെ വന്നാണ്. നമ്മളെ XU കുട്ടൻ ഇവിടെ ഉണ്ട്. നമ്മളിതിലാണ് യാത്ര. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ടു CG's വേൾഡ്. അപ്പോൾ നമ്മളിന്ന് മെറൈൻ വേൾഡിൽ വന്നിരിക്കട്ടോ. കുന്നോളം വന്നിട്ട് അവിടെ നേരെ ഇങ്ങോട്ട് പോന്നു. എല്ലാവരും ഉണ്ട്. ഞങ്ങൾ മെറൈൻ വേൾഡ് ഇതുവരെ കണ്ടിട്ടില്ല. മെറൈൻ വേൾഡ് കാണാനായിട്ട് വന്നതാണ്. അത് വലിയ റെസ്റ്റോറൻറ്റ് ഉണ്ട്, വലിയ റെസ്റ്റോറൻറ്റ്. ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ ആദ്യം കാണുന്നത് ഉണ്ടല്ലേ, ഒരു കാറിനകത്ത് മൊത്തം അടിപൊളിയായിരുന്നല്ലേ. കടൽ മീനാണോ എന്നറിയില്ല. ഇത് നമ്മളെ നാടൻ കണ്ണനാ വന്നിട്ടുണ്ടോ. ഇത് പേര് എഴുതി വെച്ചില്ലല്ലോ. ഇതിൻ്റെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ മീനുകളുടെ പല വെറൈറ്റി മീനുകൾ കാണാം. ഇതിൻ്റെ ഡിസൈനാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. അത് വലിയ പെർമനന്റ് ആണ്, പെർമനന്റായി ഫിക്സ് ചെയ്തിരിക്കും. എന്താ മീനോട് വർത്താനം പറയാ? മീനിനോട് വർത്താനം പറയാ. ഇത്രയും മീൻ കളർ അടിക്കണായിരിക്കും അവര്, കളർ കൊടുക്കണായിരിക്കും, പറയാൻ പറ്റില്ല. നമ്മളെ ഈ ഇതുണ്ടല്ലോ, എന്താ പറയാ, വെള്ള പൊടിമീൻ, അതിനെ പിടിച്ച് കളർ അടിക്കാനെന്ന് പറയാം. ഇതൊക്കെ കളർ കൊടുക്കണാണ് സംശയം കേട്ടോ. ഇവ അത് സൂപ്പറായിട്ടേ. ഓക്കെ, ഒരു പിക്ക് നമ്മളെ ഓട്ടോറിക്ഷ. അറ്റ്ലാന്റിക്കിന്റെ കടൽ മീനാണല്ലേ. ഓ അത് ശരി. ഇതണ്ടാ പാലാൻ, ഇത് കടൽ മീനാട്ടോ, അറ്റ്ലാന്റിക്കിലെ. ഇത് മഞ്ഞക്കൂരി, മഞ്ഞക്കൂരിയാണ് കേട്ടോ. അതൊക്കെ നമ്മുടെ നാടൻ മത്സ്യകരമാണ്. ഇതാണെങ്കിൽ നമ്മളെ കാല് താഴേക്ക് ഇട്ടാണെങ്കിൽ മീൻ വന്ന് കടിക്കിട്ടാണ്. വെള്ളം നനയും. അപ്പുറത്ത് പോയല്ലോ, വാ ഇവിടെ വാ. പിന്നെ നമ്മളെ കാലൊന്ന് മീനിനെ കൊണ്ട് കടിപ്പിക്കട്ടെ കേട്ടോ. നല്ല സുഖം കേട്ടോ. അല്ലേ ആനന്ദിന് ഷുഗറിലോണ്ടേ, ആനന്ദിന് നല്ല കടി കിട്ടും, മധുരം ഉണ്ടാവേ. ഇതിനകത്ത് കട ഉണ്ട് കേട്ടോ. ഐസ്ക്രീം കഴിക്കുമ്പോൾ ഐസ്ക്രീം കഴിക്കാൻ ചായ, കാപ്പി, വെള്ളം എല്ലാം ഉണ്ട്. ഇവരൊക്കെ ഐസ്ക്രീം തിന്നാം എനിക്ക് തരാതെ. ഇവര് വീണ്ടും അവിടെ പോയിരിക്കാൻ പോവാ. നല്ല സുഖല്ലേ. മീൻ താഴെ മീനിന്റെ കടിയും ഐസ്ക്രീമും. വാ മത്സ്യകന്യക. നോക്കൊരു പൂച്ചയുടെ വലിപ്പമുള്ള ഒരു മീന്, ശരിക്ക് പൂച്ചന്നെ. എന്താണ്, വെനീസിലാണ് കാറ്റ് ഫിഷ്. ഇതിനകത്തൊരു ഫോറസ്റ്റിന്റെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കിയിരിക്കട്ടോ. താഴെ മീനുകളുണ്ട്. ഈ കാണുന്ന ഒരു മീനാണ് കേട്ടോ, കല്ലിന്റെ അതേപോലെ. നമുക്ക് ആൾക്കാരെന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിട്ടേ കല്ലിന്റെ രൂപമാണ് ഇത്. ഇതൊക്കെ എങ്ങനെ പിടിച്ചുകൊണ്ടിരുന്ന പറയുന്നത്. സ്രാവ് വരുന്നുണ്ട്. സ്രാവ് നല്ല തേങ്ങ അരച്ച് വെക്കണം. ഷോക്ക് അടുപ്പിക്കണ മീൻ കേട്ടോ. ഇലക്ട്രിക്. പോയാ വേറെ അറിയും, അടുത്ത് പോയാ. ചിരി മുളക് പൊടി, ചിരി മഞ്ഞപ്പൊടി, ചിരി കുരുമുളക് പൊടി, ലേശം ഉപ്പ്. എന്നിട്ട് ഒന്നുണ്ട് ഇതാക്കിയിട്ട് എണ്ണയിലുണ്ട് ഇടുക. ഒന്ന് പറ്റിച്ചെടുത്താലേ മീനുകളെ കാണാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊക്കെ വന്നാൽ ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ. ഒരുപാട് വെറൈറ്റി മീനുകൾ, കടൽ മീനുകൾ, കായൽ മീനുകൾ, പുഴമീൻ, എല്ലാ മീനുണ്ട്. ഇതാണ് ആമസോൺ റിവറിലുള്ള മീനുകൾ. അത്ര
ഇതിനൊക്കെ എങ്ങനെ ഇവര് കൊണ്ടുവരുന്നെന്നാണ് പറയുന്നത്. ഇത് എന്താ പറയാ, ഒരു 10 കൊടുത്താൽ മതി. ആ, ആൽബിനോ റെഡ് ഫ്രാങ്കോ പിന്നെ ഉണ്ടായിക്കോളും. അറ്റ്ലാന്റിക് ഓഷനിലെ മീനാട്ടോ. ഇത് ഷോക്ക് അടിപ്പിക്കുന്ന സാധനമാണ്. അതിന്റെ കുട്ടി ഉണ്ട്, അതായത് കുട്ടി അതിന്റെ കുട്ടി ഇത് ഷോക്ക് അടിപ്പിക്കുന്നതാണ് കേട്ടോ. ഈ മീന് ഷോക്ക് അടിപ്പിക്കുന്ന മീൻ. അതിന്റെ ഒരു കുട്ടി അവന്റെ വായന്റെ ഉള്ളിലാക്കണോ അതേപോലെ അതിന്റെ കുട്ടി. ഇതോട്ട് ഒരു യമണ്ടൻ കാറ്റ് ഫിഷ്, പൂച്ച 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 മീൻ. ഇവിടെയാണ് കാഴ്ചകൾ കണ്ട. ഭയങ്കര എക്കോ ആണ് ഇവിടെ. നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാലേ എന്താണ് ഇത്? നമ്മളെ പാലക്കാട് കണ്ടതിനായിട്ട് ഉഷാറല്ലേ? തീറ്റ നമ്മള് പൈസ കൊടുത്ത് വാങ്ങിയിട്ട് വേണം ഇവിടെ ഫോട്ടോ കൊടുക്കാം. അവര് തിന്നുന്നത് കണ്ട് നമുക്ക് എൻജോയ് ചെയ്യാം. അതാണ് ഇതിൽ വരുന്നത്. മത്സ്യങ്ങൾക്ക് തീറ്റ നൽകുന്നതിന് മുമ്പ് ശേഷവും കൈകഴുകുക. ക്ഷമയോടെ ക്യൂവിൽ നിൽക്കുക. ഒരു ചായക്കടയൊക്കെ ഉണ്ട് കേട്ടോ. ചായക്കട ഉണ്ട്, കടിയുണ്ട്, അവിൽ മിൽക്കുണ്ട്. അത് നമ്മളൊരു അവിൽ മിൽക്ക് പറഞ്ഞവർക്ക് ടേസ്റ്റ് നോക്കാനായിട്ട്. ഏഞ്ചലീന അങ്ങനെ അവിൽ മിൽക്ക് തുടങ്ങി പിടുത്തം. ആമയും മോയിൽ നല്ല ഓട്ടോമാറ്റിക് റഫർ ചെയ്യണോ? റഫർ ചെയ്യണം പേപ്പർ. നിങ്ങൾക്ക് ഇവിടുന്ന് വേണമെങ്കിൽ മീനൊക്കെ വേണമെങ്കിൽ വാങ്ങിക്കാം കേട്ടോ. അവിടെ എന്ത് ഫിഷ് എന്ന് പറയുന്നത്? കളർ അടിക്കണല്ലേ? കളർ അടിക്കണത് അടിക്കണം. നമ്മളവിടുന്ന് കടപ്പുറത്തി കേട്ടോ. ദേശം നടന്ന ഒരു 200 മീറ്റർ നടന്നാൽ നമുക്ക് കടപ്പുറത്താം. ഗോവയിലൊക്കെ പോയതുണ്ട്. നമ്മൾ കടലൊക്കെ കുറച്ചുകൊണ്ട് അങ്ങനെ കടപ്പുറത്ത് കൂടെ അങ്ങ് നടക്കുക കേട്ടോ. അവിടെ നിന്ന് ഒരു 200 മീറ്റർ നടന്നു കഴിഞ്ഞാൽ നമുക്ക് കടപ്പുറത്തേക്ക് എത്താം. കടലും എൻജോയ് ചെയ്തിട്ട് നമുക്ക് തിരിച്ചു പോകാം. കുതിരയെ ചേർന്നെങ്കിൽ കുതിര സവാരി ഉണ്ട്. കുതിര സവാരിയിൽ പോവാം. 400 പോയാലും വിഷമമുണ്ടോ? ഒരു വിഷമം. നമ്മളെ അളിയന്റെ വകയാട്ടോ നമ്മളെ ടൂറ്. ഞാൻ അനവധി ഷവായികള് കട കണ്ടിട്ടുണ്ടോ. ഇത് നമ്മളിപ്പോ ചാവക്കാട് നിന്ന് വരുന്ന വഴിക്ക് കണ്ടാണ് 3 അലമാറയില് ഫുള്ളും ഷവായികൾ. എന്തായാലും ഇവിടെ വന്ന് കണ്ടപ്പോ നമ്മളൊരു ഷവായി മേടിക്കാൻ വെച്ചു. നമ്മള് കട വരുന്ന വഴിക്ക് കണ്ടാന്ന് വണ്ടി തിരിച്ചു. ഓവൻ ഷവായി. ഓവൻ ഷവായി എന്താ അതിന്റെ